Daily. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. എന്നും എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കും അഴകേ. You're my destiny. ഈ സൂപ്പർ സിന്ദഗി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഹിന്ദി പടത്തിന്റെ ഒരു പ്രമോഷൻ ആണോ? സൂപ്പർ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവാൻ പോവാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? എന്റെ ഒരു പോക്ക് കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സൂപ്പർ സിന്ദഗി ഇത് നടന്ന കഥ എന്നാണ്. ഇത് നടന്ന കഥയാണോ? ഇത്രാം ദിവസം ബിഗ് ബോസ് പുറത്തായ നടന്നല്ലോ, കിടന്നല്ലേ കൊണ്ടുപോയ. അത് നീ പോയ സ്പീഡിൽ തന്നെ വന്നായിരുന്നു. ഞാൻ നീ പോണ പൂജ വോട്ടിംഗ് എന്ന് പറഞ്ഞ എടുത്ത് കൈ കൊണ്ടിരുന്ന അപ്പോൾ ഞാൻ വോട്ട് എന്ന് പറയുമ്പോഴും നീ ഇതാ വരുന്നു. നീ മരിക്കാതെ ഓടിയ പടം ഉണ്ടോ? ആ ഉണ്ടല്ലോ, അത് ഒറ്റ സീനിലേ ഉള്ളൂ മരിക്കാതെ. അഞ്ചാമതൊരു സീൻ ഉണ്ടായിരുന്നു. ചേട്ടനാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാ ടേക്കും ഓക്കെ ആക്കി. മാസ്റ്റർ ഒക്കെ എന്നൊക്കെ സാർ അപ്പടിയില്ല. ലവ് ആക്ഷൻ ഡ്രാമ 2 ഉണ്ടാവോ? ലവ് ആക്ഷൻ ഡ്രാമ 2 ഉണ്ടാവില്ല. തിരാറ്റു ഉണ്ടാവും, അടികപ്പേരറ്റു ഉണ്ടാവും. വാനം ചൂടും കനൽ എല്ലാമേ നിന്നാലേ. ഹായ് ഗൈസ്, ഐസ് ആൻഡ് ദ പെൻഗ്വിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് ആരൊക്കെയാണ്? മഹേന്ദ്ര, ധ്യാൻ, ഋതുമന്ത്ര ആൻഡ് കലേഷ്. ഹായ്. ഹലോ. ഓക്കെ, ഇപ്പൊ ഈ സൂപ്പർ സിന്ദഗി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഹിന്ദി പടത്തിന്റെ ഒരു പ്രൊമോഷൻ ആണോ? ഹിന്ദിയിലൊക്കെ അഭിനയിക്കാൻ അതിനല്ല നടുവിൽ ഞാൻ കയറി നിൽക്കണേ. അപ്പൊ ഹിന്ദി അറിയൂലേ? ഹിന്ദി അറിയാം. എന്താ പറയണ്ടേ? ഹിന്ദി പടാവുന്ന ആൾക്കാര് വിചാരിക്കില്ലേ? വിചാരിച്ചോട്ടെ നേരെ സൂപ്പർ സൂപ്പർ ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ സൂപ്പർ സിന്ദഗി എന്ന് പറയുമ്പോ അതെന്ത് ജീവിതം തോന്നിയോ? എനിക്ക് തോന്നി ഹിന്ദി പടമാണോ? പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി മാറി എന്ന് വിചാരിക്കില്ലേ? അല്ലേ? അതെ. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അപ്പൊ ധ്യാന്റെ അടുത്തൊന്ന് പറയാതെ ചേട്ടൻ്റെ അടുത്തൊന്ന് പറയാം, ധ്യാൻ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പോവാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? എന്ത് പറയണം? ഓൾറെഡി സ്റ്റാർ ആണല്ലോ. സ്റ്റാർ ഓൾറെഡി. അങ്ങനെയല്ല, നമ്മൾ മറ്റേ രജനി പോലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ആവണ്ടല്ലോ. അല്ല, ഒരു സാറെങ്കിലും കൂട്ടി വിളിക്കും. നമ്മുടെ രജനീനെ പോലെ കമലിനെ പോലെ പിടിച്ചേക്കാണ്. അങ്ങനെ വന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറുന്നു പറഞ്ഞാൽ മാറുന്നു പറഞ്ഞാലോ? ഞാൻ ജോത്സ്യനാണോ എന്ന് പറയാൻ പറയാം. ഞാൻ എന്താ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കണോ? വേണ്ടല്ലോ, ഞാൻ വെൽക്കം ചെയ്യുന്നു. എന്റെ ഒരു പോക്ക് കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സൂപ്പർ സ്റ്റാർ ആവുന്നു. അതുക്കും മേലെ അതല്ല, എനിക്ക് ഒരു ഡൗട്ട് ആക്ച്വലി ഉള്ളതെന്ന് അറിയോ? ഇപ്പൊ ഓരോ വീക്കും ഓരോ മൂവി റിലീസ് എല്ലാ വീക്കിലും വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു ബ്രേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് എപ്പോഴാ അതൊക്കെ അഭിനയിക്കണത്? അതാണ് എന്റെ ഡൗട്ട്. പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, അതായത് നമ്മൾ ഒരു വർഷം 4-5 സെറ്റ് മാറി അങ്ങനെയൊക്കെ. അങ്ങനെ ഹെക്ടിക് ആയിട്ടാണോ ചെയ്യണത്? വളരെയധികം ഹെക്ടിക്. നമുക്ക് ഇത് ഇഷ്ടമാണല്ലോ. നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരും വിന്റേജ് അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള പലരും നമ്മുടെ ഇവിടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമ്മള് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്തും പരിചയമായിട്ടുള്ള. അപ്പൊ അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് ഇപ്പൊ എല്ലാരും അറിയാം. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ യൂണിറ്റിലെ തൊട്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ പരിചയമില്ലേ? പ്രമോഷന് വന്ന് പരിചയം. അപ്പൊ
അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഭയങ്കര ഒരു ഹെക്റ്റിക് വിട്ടിട്ട് നമ്മളൊരു ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മുടെ പരിചയമുള്ള ആൾക്കാർ ഇപ്പൊ കാണുന്നു, അപ്പൊ ഭയങ്കര ഒരു വേറെ രസമാണ്. പക്ഷെ ഈ ക്യാരക്ടറിനെ ആവാഹിക്കൊക്കെ വേണ്ടേ? അല്ല, വേറെ രണ്ട് പദങ്ങളല്ലേ, അപ്പൊ അത് മനസ്സിലാവേണ്ടത്. അതാ പറഞ്ഞത്, നമ്മൾ ഇത്രയും പടം ചെയ്യുന്നതിനിടയിൽ ഈ ആവാഹിക്കാൻ അതാ ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഈ സെക്കൻഡ് ഹാഫിലെ ഈ വയസ്സായിട്ടുള്ള റോൾ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം ഞാൻ വേറൊരു പടത്തിൽ വക്കീലായിട്ട് അഭിനയിച്ചിട്ട് തലേ ദിവസം വരെ വക്കീലാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ടാണ് ഞാൻ ഈ മുടിയൊക്കെ ഷേവ് ചെയ്തിട്ട് നരയൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഹാഫ് എനിക്ക് കഥ പോലും അറിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സംവിധായകൻ ഡയറക്ടർ എന്ത് പറയുന്നു, ഡയറക്ടറിനെ ഫോളോ ചെയ്യുക, അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. സമയമൊന്നുമില്ല. ഇത്രയും സെറ്റിലൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇങ്ങനൊക്കെ അപകടം പിടിച്ച അഭിനയം കാണുമ്പോ ഞാനതിന് ഒരു പരിധിവരെ എന്നെയാണ് ഉപയോഗിക്കുന്നത്. അളിയേതാ സീൻ, ഇതെന്താ സംഭവം? നമ്മള് കോ എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ നമ്മുടെ കോ ആക്ടർ കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കരല്ലേ. സപ്പോർട്ട് കൊടുക്കണം, അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടോ? കലേഷ് തറവായിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് അവന്റെ റോള് കൃത്യമായിട്ട് ഇൻക്ലൂഡിങ് ഞാൻ കലേഷിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരാളെ ആക്ടേഴ്സിനെ കോ ആക്ടറിനെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഗുണം. എവിടെ പോയാലും ഇതുപോലെ ഇപ്പൊ ഞാൻ ഉടൽ ചെയ്യുന്ന സമയത്തിന് അതിന്റെ കുറച്ച് ഇപ്പൊ ദുർഗ ചിലപ്പോ നടിമാരായിരിക്കും, അപ്പൊ അവർക്കൊക്കെ അറിയാം എന്റെ ആ ഒരു പൊതുവെയുള്ള അറിയുമ്പോ ഇങ്ങനെ ഒരാളെ എല്ലാ സെറ്റിലും കൂടെ നിർത്തും. ഡയലോഗല്ല, എനിക്ക് പലപ്പോഴും ചില സീനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതോ അതൊക്കെ നമുക്ക് വിട്ടുപോകും. ഇപ്പൊ നമ്മൾ കുറെ സിനിമ ഇതിനിടയിൽ ഇവിടെ വന്നിട്ട് ഇതിന്റെ ക്യാരക്ടറിന്റെ പേരെന്താ, മഹേന്ദ്ര വന്ന് എന്നോട് ചോദിച്ചു എന്റെ ക്യാരക്ടറിന്റെ പേരെന്താ, എനിക്ക് എന്റെ ക്യാരക്ടറിന്റെ പേരെന്താ, അപ്പോഴാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ തൽക്കാലം ഏതെങ്കിലും ഒരു പേര് പറ, ഡബിങ്ങില് മാറ്റം. இல்ல அது அவர் அண்டர் கவர்ங்கிறதுனால பேர் சொல்லக்கூடாது. ഓക്കെ, അപ്പൊ മഹേന്ദ്ര ആക്ച്വലി തമിഴ് പടത്തില് വിജയ് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത ആളായിട്ട് எப்படி சொல்றது, விஜய் அண்ணா கூட நடிக்கும் போது கூட லைக் மாஸ்டர்ல கொண்டு காம்பினேஷன் கிடையாது, நான் தனியா தான் நடிச்சிட்டு இருந்தேன். அது கூட ஓகே தான், பட் இது ரொம்ப டிஃபரெண்டான ஒரு எக்ஸ்பீரியன்ஸ். இவரு சொன்ன மாதிரி தான் எவ்ரி நான் தமிழ் தெலுங்கு பண்றேன், மலையாளம்னு சொல்லுமா எனக்கு தெரியாது. சீன் மூவிஸ், பட் அவங்க எப்படி நம்மளை வெல்கம் பண்ணுவாங்க, எப்படி நம்மள என்ன சொல்லுவாங்க, அவங்க எப்படி இருப்பான்னு நமக்கு தெரியாது. நான் இவரை பார்த்ததுல இருந்து எடுக்கலான்னு இருக்கேன், கேரளால ஒரு வீடு எடுக்கலான்னு இருக்கேன். இல்ல த பெஸ்ட் இல்ல இந்த மாதிரி ஒரு டீம் இருக்கும்போது, ஏன்னா எங்களுக்கு தெரியும் இந்த படம் பண்ணும்போது அவரு நிறைய கார் ஓட்டணும், நிறைய ஓடணும், ஃபைட் இருக்கு, வி ஹேவ் ஸ்ட்ரெஸ். எங்களுக்கு ஸ்ட்ரெஸ் இந்த கதையில நிறையவே இருக்கு, பட் இவங்களா இருக்கிறதுனால எங்களுக்கு அது தெரியல. ஸ்ட்ரெஸ் அந்த தலைக்குள்ள இருக்கு. எப்படி இதெல்லாம் பண்ணுவேன்னு இல்லையே. இல்ல ஸ்ட்ரெஸ் எங்களுக்கு சுத்தமா கிடையாது. അതല്ല അവളെ പറഞ്ഞത് എനിക്കില്ലാന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം പരിചയമുള്ള ആൾക്കാരും. ഓക്കെ ഓക്കെ, ഇപ്പൊ ഈ പടത്തില് സൂപ്പർ സിന്ദഗിയിൽ നടന്ന കഥ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നടന്ന കഥയാണോ? ബിഗ് ബോസ് നടന്നല്ലോ, കിടന്നല്ലേ കിടത്തിയ കൊണ്ടല്ലേ പറഞ്ഞ അവിടെ നമുക്ക് അകത്ത് സംസാരിക്കാന്ന്. നടന്നതല്ല, ചോദിച്ചു മേടിച്ചു. അതല്ല, ഞാൻ അറിഞ്ഞതൊരു ട്രഷർ ഹണ്ട് പരിപാടിയാണെന്ന്. അറിയാലോ. അപ്പൊ ഇത് നടന്നിട്ടാണ് പോണത്, എന്താണത്? ജീപ്പിലാ നടന്നത്. ആ ജീപ്പിലാണ് പോണത് അല്ലേ? എന്താണ് നിധി? സിനിമ അത് സിനിമയിൽ കാണാം, படம் பார்க்கணும். കടം പാക്കണം, അതൊരു വലിയ നിധി. അതെ, അതിലുണ്ട് സിനിമക്കകത്ത് തന്നെ ചെറിയ ക്ലൂ ഒക്കെ കൊടുത്തു. ഗോൾഡ് ஏங்க அவ்வளவுதான், அதை பார்க்கணும். കണ്ടുപിടിച്ചാണോ? അതെ, അത് ആ എലമെന്റ്സ് ഒക്കെ അതിനകത്തുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. മരം, വീട്. അതെ, அதெல்லாம் இல்ல, അതെല്ലാം മരം, വീട്.
ഓക്കെ ഋതു പറയൂ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ബാംഗ്ലൂരായിരുന്നു ഷൂട്ട് എന്ന് പറഞ്ഞു. ഇത് തന്നെയായിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എക്സ്പീരിയൻസ്. അതെ. ഓക്കെ, ഞാൻ ഇതിന്റെ ഇടയിൽ അറിഞ്ഞത് ധ്യാൻ ചേട്ടനും അതും ഋതുവും കൂടിയിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മാത്രമല്ല, കുറച്ച് ആൾക്കാർ കൂടി എല്ലാവരും ഉണ്ടായിരുന്നു. ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു, മുകേഷ് സാർ ഉണ്ടായിരുന്നു. പാർട്ടി സോങ്. അതെ, പാർട്ടി സോങ്. പിന്നെ ജോണി ചേട്ടൻ, മുകേഷ് ചേട്ടൻ, ഗായത്രി, പിന്നെ ആമി, ആരായിരുന്നു? പിന്നെ മാസ്റ്റർ. അത് അവസാനത്തെ ഡാൻസ് ആണോ? ഇത് കണ്ടു കഴിയുമ്പോ ചിലപ്പോ ആൾക്കാർ പറയും ഇതോടെ അത് ചിലപ്പോ അവസാനം. എന്റെ കരിയർ ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാ കളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവരൊക്കെ ഭയങ്കര എളുപ്പത്തിൽ കളിച്ചു. നമുക്കതൊന്നും കളിച്ച് ഡാൻസ് ഒന്നും അറിയാത്തത് കൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അറിയാത്തവരെന്ത് പ്രശ്നമല്ലല്ലോ. എന്ത് സ്റ്റൈൽ ഓഫ് ഡാൻസ് ആയിരുന്നു അത്? എങ്ങനെ ആവണം അത് പറയും. ഞങ്ങളൊക്കെ വെച്ചിട്ട് ഡാൻസേ അറിയില്ല, അതിനടിക്കാണ്ട് സ്റ്റൈൽ കൂടെ. ജോണി ചേട്ടൻ, മുകേഷ് ചേട്ടൻ ഞാൻ ചേട്ടനാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാ ടേക്കും ഓക്കെ ആക്കിയത്. മാസ്റ്റർ ഒക്കെ എന്നെ സാർ എന്ന് പറഞ്ഞിട്ട് എത്ര ടേക്ക് പോയി ഡാൻസ്? ഞങ്ങൾ പെർഫെക്ഷൻ നോക്കണ ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പലത്തേക്കും പോകും. അടിച്ചുപൊളിപ്പാട്ടിനപ്പുറമുള്ള ഒരു ക്ലബിലൊക്കെ ഉള്ള പരിപാടി, ഒരു കുത്ത് തമിഴ് സോങ് ആയതുകൊണ്ട്. ആക്ച്വലി ഒരു മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് അറിയാലോ. എന്താ അതിന്റെ പേര്? ക്രൗമഗ. അത് ആക്ച്വലി ജുജുത്സു ചെയ്തവർക്ക് ക്രൗമഗയിലെ ഒരു സെഷൻ ഉണ്ട് കോൾഡ് സെൽഫ് ഡിഫൻസ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ ജുജുത്സു ആണ് കോമ്പറ്റീഷൻ. ഇവര് അടുത്തേക്ക് നാടൻ അടി, നാടൻ പക്ഷെ എല്ലാ പടത്തിൽ പോലെ ഞാൻ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? വീട്ടില് ഞാൻ പഠിച്ചിട്ടൊക്കെ വീട്ടിലെ ദിനവും മാർഷൽ ആർട്സ്. நைட்டு 9:30 வீட்டுக்கு வரணும்னா மார்ஷல் ஆர்ட்ஸ் தான். പില്ലോ ഫൈറ്റ്. ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയം സ്കൂളിലൊക്കെ അല്ല, പഠിക്കുന്നത്. വലിയൊരു മാർഷൽ ആർട്സിൽ ഫസ്റ്റ് പഠിപ്പിക്കുക ഓടാനാണ്. ആദ്യം പറയാൻ നിങ്ങൾ ആദ്യം ഓടാൻ പഠിക്കണം. അതറിയാം. പിന്നെ തല്ല് വാങ്ങിക്കാൻ അറിയാം. തല്ല് പിന്നെ വാങ്ങിക്കണല്ലോ, ഇടിക്കാൻ കൊള്ളാനല്ലോ. തല്ല് നമ്മൾ വാങ്ങിക്കാൻ ആദ്യം അറിയാം. അതറിയാം, ഇതൊക്കെ അറിയാം. പിന്നെ ആദ്യം നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. നമ്മൾ നാടൻ അടി വന്നാ നേരായിട്ട് പഠിക്കേണ്ട ഓടാ. അത് അടിക്കാനല്ല, ഓടി രക്ഷപ്പെടാൻ പഠിക്കണം. പിന്നെ അടി കിട്ടുവാണ് കൊള്ളാൻ കൊള്ളാൻ പഠിക്കണം. അത് രണ്ടും നമുക്ക് കറക്റ്റ് നമുക്ക്. ഓക്കെ, ഇനി കലീഷിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഞാൻ കുറെ പടത്തില് എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. സെൽവ ഏതൊക്കെ ക്യാരക്ടർ, പക്ഷെ ഇതൊക്കെ മരിച്ചു പോണത് എന്താണ്? ഞാൻ മരിച്ച പടം സൂപ്പർ ഹിറ്റാ. അല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, മരിച്ചാലും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കില്ലേ. അത് അത്രയും മതിയല്ലോ. വേണ്ട, നീ മരിക്കാതെ ഓടിയ പടം ഉണ്ടോ? ആണല്ലോ, നീര്. ഇല്ല, ഒറ്റ സീനിലുള്ളൂ മരിക്കാതെ. 4 സീൻ. 5ാമതൊരു സീൻ ഉണ്ടായിരുന്നു. മരിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ ചെയ്യുന്നു, അങ്ങനെയാണോ? പിന്നെ ഇപ്പൊ ഞങ്ങള് ചെയ്ത സീക്രട്ട് എന്ന് പറഞ്ഞ പടം ലാസ്റ്റ് വീക്ക് റിലീസ്, അതിലും മരിക്കുന്നില്ല. ഇപ്പൊ സൂപ്പർ സിന്ദഗി ഇതിലും മരിക്കുന്നില്ല. ഇതില് ഞങ്ങൾക്ക് ആക്ഷൻ ആയിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ നാടൻ തല്ലും കാട്ടിനകത്ത് ഒരു 6 ദിവസം ഞങ്ങൾക്ക് സ്റ്റണ്ട് ക്ലൈമാക്സ് ഫൈറ്റ് ആയിരുന്നു. നമ്മുടെ ഫീനിക്സ് പ്രഭു മാസ്റ്ററാണ് അത് ചെയ്തത്. അപ്പം ആ ഫൈറ്റ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സാഹസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മരിക്കുന്നില്ല, അടിച്ചൊതുക്കി എല്ലാത്തിനും പറഞ്ഞു. അവിടെയല്ലേ ചോദിച്ചത്? ഞാൻ
ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ചുമ്മാ ഒരു എന്താ പറയാ ഒരു ടാസ്ക് കൊടുക്കാട്ടോ. ഈ സ്ഥലത്ത് ഇവരുണ്ടായെങ്കിൽ അതൊക്കെ തന്നെ അല്ല എണീച്ചിട്ട് ഞാൻ എന്തായി തീരുമാനം അല്ല ഋതുമന്ത്രമായിട്ട് മാറി. ഓക്കെ, എന്തായിരിക്കും? ഇല്ല ഞാൻ പറയണം, പറ്റൂല പറയണം. എന്തായിരിക്കും ഞാൻ ആദ്യത്തെ ഇത് ഒരു എക്സൈറ്റ്മെന്റ് എന്താ പറയുക, ഫീലിങ്സ് എന്തായിരിക്കും? ഇത് ഞാൻ അയച്ചു മാറിയാ എന്തായാലും പറയേ. ഇത് തന്നെ ഇങ്ങനെ തന്നെ നീ കഴിഞ്ഞ പണ്ടത്തെ ഇന്റർവ്യൂ ഓർമ്മയുണ്ട് നിനക്ക്? അതിന്റെ പേരില് എനിക്കും കിട്ടിയ തെറി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നല്ല ഡീസന്റ് ആയിട്ട് നല്ല തെറി കിട്ടി. കേൾക്കാൻ റെഡിയാണ്. പൂജ എന്നിട്ട് വേണം ജിജിത്സ് തന്നെ അവളെന്റെ അടുത്ത് തലക്കടിച്ചിട്ട് ഞാൻ അതായി എന്താ പറയണ്ടേ? എന്തായാലും ഒരു രാവിലെ 8 മണിക്ക് ഇത്ര ഒരു ഹൈറ്റ് ഉള്ള മനുഷ്യനൊക്കെ അല്ല ഒബ്വിയസ്ലി ചേട്ടനും ഹൈറ്റ് ഉണ്ട്. അയ്യോ, അപ്പൊ എന്ത് എക്സ്പ്ലോർ ചെയ്യും അത് പറ. ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആരായാലും ചെയ്യും അല്ല ചേട്ടാ, അത്രേ ഉള്ളൂ. ജുജുത്സു പഠിക്കാൻ പോവാ അല്ലെ, സാധകം ചെയ്യാ, അതൊക്കെ ചെയ്യും, ചെയ്യുന്നതൊക്കെ ചെയ്യും. പാട്ട് പാടുന്ന കുട്ടിയാണ്. എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ പാട്ട് പാടുന്ന എനിക്കറിയാം, ഇത് പാടുന്ന കാര്യമൊക്കെ അറിയോ? കണ്ണൂർക്കാരല്ലേ, അതുകൊണ്ട് വിനീതേട്ടന്റെ കൂടെ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? അല്ല മറ്റേ അതൊരാഗ്രഹമാണ്. കുറച്ചും കൂടെ വെച്ചതിൽ പറയും എല്ലാരും കേൾക്കണം. ഒരു നമ്മളൊരു തമിഴ് പാട്ട് നമ്മളൊരു സിനിമ കോൾഡ് ബ്ലാസ്റ്റേഴ്സ്, അജു വർഗീസ് ചേട്ടൻ്റെ ഒക്കെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്. അത് റിലീസ് ആയിട്ടില്ല. അതൊരു തമിഴ് സോങ് ആണ്, ഒരു കുത്തു സോങ്. ഒരു മുറുക്ക മീസ ചവന കണ്ടാല അങ്ങനെ ഒരു ജോണർ. എത്രയും വേഗം വിനീതേട്ടൻ്റെ കൂടെ പാടാൻ പറ്റട്ടെ. പ്ലീസ് പ്ലീസ് ചേട്ടൻ, വിനീതേട്ടൻ ഇത് കേൾക്കുന്നുണ്ടല്ലോ, പ്ലീസ് ഇപ്പൊ തന്നെ വിളിച്ച് പറയും. ഇത് കലേഷ് വിളിച്ചാൽ എടുക്കും. ഇടയിൽ നമ്മുടെ ഋതു ആക്ച്വലി ഒരു പാട്ട് വൃത്തം ചെയ്തിട്ടുണ്ട്. പാടാം നമ്മുടെ ഡിയർ സിന്ദഗി, അത് ആലിയ ഭട്ട്, ഇത് ഋതുമന്ത്ര. സൂപ്പർ സിന്ദഗിയിലെ പാട്ട്. ശരി. നീ എന്നുള്ളിൽ നിഴൽ, തീരം കാണാ കടൽ, വാനം ചൂടും കനൽ എല്ലാമേ നിന്നാലേ. നീ എന്നുള്ളിൽ നിഴൽ, തീരം കാണാ കടൽ, വാനം ചൂടും കനൽ എല്ലാമേ നിന്നാലേ. ഞങ്ങള് സൂപ്പർ താങ്ക് യു. സൂപ്പർ സിന്ദഗിയിലെ ധ്യാൻ ചേട്ടൻ, അത് ഇവരെന്നെ പറ്റിച്ചില്ല, ഞാൻ പറയണമെന്ന് വെച്ചാൽ കമോൺ എവരിബഡി നന്നായി പാടുന്ന സ്ഥിതിക്ക് ധ്യാൻ ചേട്ടൻ നന്നായിട്ട് പാടും. ഞാൻ എല്ലാ കോറസും പാടുന്ന കേട്ടിട്ടുണ്ട്. ഒരു കോറസ് ഒത്തുമഴ കീസ് 25 படம் மட்டும் கோரஸோட டப்பிங் போகும்போது அப்படியே சார் அந்த கோரஸ் பாட்டு இல்லடா, கோரஸ் പാടോ? അത് പാടോ? അത് അയ്യോ, അത് ഭയങ്കര പാടാ, ഈസിയാ പാടുമ്പോ. ഞാൻ താഴെ എടുക്കാം. മുത്തുമഴ കൊഞ്ചൽ പോലെ തൊട്ടുറും നെഞ്ചിൽ ഓരോമൽ പാട്ടുമായി മുൻപിൽ വന്നതാണു ഞാൻ, എന്നും എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കും അഴകേ. You're my destiny. ഞാൻ അറിയാവുന്നൊരു പാട്ട്. എടുക്കാട്ടോ, എങ്ങനെ പാട്ട് പാടുന്നൊക്കെയുള്ളത്. പാട്ട് ക്ലാസ് ഇന്ന് രാവിലെ ഒരു ക്ലാസ്
അതോടെ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു ഞാൻ ഇന്റർവ്യൂവിന് പോവാ മേലെ ഇന്റർവ്യൂ എടുക്കും. ശരിക്കും അങ്ങനത്തെ ക്ലാസ്സാണ് ഞാൻ കിട്ടാറ്. അത്തരം ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപകാരമുള്ള ക്ലാസ് ഒക്കെ വാങ്ങും, പാട്ട് ക്ലാസ് ഒക്കെ. ബാക്കി ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് വേറെ ക്ലാസ് ഒന്നും ഇല്ല, ബാക്കി ക്ലാസ് ഒക്കെ അത് ഉണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ എവിടെ ക്ലാസ്സിന് പോയിട്ടാ ബിഗ് ബോസിൽ പോയെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, എന്റെ ഭാഗത്തേക്കല്ല. നീ പോയ സ്പീഡിൽ തന്നെ വന്നായിരുന്നു. അതെ, ദേ പോയി. ഇതൊക്കെ അവിടെ കുറേ സമയം നിന്നിട്ടാവുന്നത്. ഇതൊക്കെ ലാസ്റ്റ് ഫൈനലിസ്റ്റ് ആയിരുന്നു. Finalist, yeah, ഞാൻ പോണ പൂജ വോട്ടിംഗ് എന്ന് പറഞ്ഞ എടുത്ത് കഴിയുന്ന അപ്പോൾ ഞാൻ വോട്ട് എന്ന് പറയുമ്പോഴും ഇതാ വരുന്നത്. ഒരു വോട്ട് വോട്ട് പോയി ചേരല അതും കൂടെ ആവുകയാണ്. അത് മനുഷ്യന്റെ അവസ്ഥയാണ്. നീ പോകുന്നവൻ എന്റെ അടുത്ത് നിന്ന് ഒരു ക്ലാസ് എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു തന്നെ. അല്ല, ധ്യാൻചന്ദ് ബിഗ് ബോസ് പോകാൻ ആഗ്രഹമുണ്ടോ? Great question. അതിന്റെ ആവശ്യം എന്ത് ചെയ്യും? ഞാനോ ഓപ്പൺ ആയില്ല മെഡിറ്റേഷൻ ഇല്ല, ധ്യാൻചന്ദ് പറ, എങ്ങനെ ഉണ്ടാവും? സർവൈവ് ചെയ്യോ ധ്യാൻ? ഓഫ് കോഴ്സ് പിന്നെ 100 ദിവസം സർവൈവ് ചെയ്യും. വിളിച്ചാ പോവും ബിഗ് അതിനുള്ള ബോസ്. സമയമില്ല. ഫോൺ എടുക്കണ്ടേ? ബിഗ് ബോസിനോട് എനിക്ക് ഡേറ്റ്സ് ഇല്ല, സോറി. അല്ല, അത് ഞാൻ അവിടെ നിന്ന് ഒരു ക്യാമറ ഉണ്ടല്ലോ, അത് ആരും കൂടെ വെച്ചിട്ട് ഒരു പടമായിട്ട് ബിഗ് ബോസ് പടം 50 ക്യാമറ 50 കഥ 50 പടം ഷൂട്ട് பண்ணி வச்சிருக்காங்க. ഇൻട്രസ്റ്റിംഗ് ഒരു പടം release ചെയ്തു. யாரும் இது வரைக்கும் சொல்லாத எனக்கு எந்த சீசன்ல இப்பலாம் பேசுறாங்க பிக் பாஸ் இவ்ளோ இடங்கள்ல நடக்குது, ஒரு ஆளு கூட இப்படி இந்த மாதிரி சொல்லாத. பேசுறாங்க. அங்கேயே படம் ஷூட் பண்ணிருக்காங்க. கமல் சார் அந்த ஐடியா അത് ചിലപ്പോ പുതിയൊരു Thought ആയിട്ട് വരും. മാറിയേക്കാം. അതെ, വേറെ 100 ദിവസം നിൽക്കല്ലേ, 100 ദിവസം നിൽക്കുന്നതിനിടെ നിങ്ങൾക്ക് ഇടക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഒരു സിനിമ ഇഷ്ടംപോലെയുണ്ട്. വെറുതെ ബോറടിച്ചിരിക്കും നമ്മളവിടെ. ആണല്ലേ. അത് ഐ തിങ്ക് ഒന്നി പോകാറ ഞങ്ങൾക്കൊന്നും പണി കഴിഞ്ഞിട്ട് ടൈം ഉണ്ടായിരുന്നു ചെയ്ത് എനിക്ക് തോന്നുന്നു വെറുതെ ഒരാളെ പറഞ്ഞിട്ടത്. ഇത് എന്റെ ട്രോളാണ്. ചേട്ടാ ഞാൻ 5 മണിക്ക് എഴുന്നേക്കണം, കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ എന്താ അവിടെ വെറുതെ ഒരു പൈസ നീ പറ, നീ പപ്പ തന്നെ കിച്ചൺ ടീം ആണെങ്കിൽ 5 o'clock എഴുന്നേറ്റ് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത് നമ്മൾ പാത്രം കഴിക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ള അടുക്കള കയറണ്ടേ, അത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ചായന്റെ സമയവും, അത് കഴിയുമ്പോൾ ഡിന്നറിന്റെ ടൈം ആവില്ലേ, അപ്പൊ അത് പോയി. പിന്നെ നമ്മൾ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഒരു ടാസ്ക് തരും. ഇതൊന്നും അവള് ചെയ്തിട്ടടി. ആക്ച്വലി പൂജയ്ക്ക് അറിയുണ്ടായിരുന്നില്ല ഇതൊക്കെ ഉണ്ട് എന്നുള്ള. പൂജ വിചാരിച്ച അവിടെ പണിയെടുക്കാൻ ആളുണ്ടാവുന്നില്ല. എന്തിലേക്ക് വന്നിരിക്കുകയാണ്? ഓക്കെ, അപ്പൊ എന്താണ് പറയാനുള്ളത് സൂപ്പർ സിന്ദഗിനെ പറ്റിയിട്ട്? സൂപ്പർ ആവോ സൂപ്പർ സിന്ദഗി? യെസ്, ഉറപ്പായിട്ടും. ആണോ? പിന്നെ നമ്മളല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. ജനങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നതാണ് ധ്യാനിന്റെ ഒരു മുൻവിധി. മുൻപതിയോടുകൂടി നമ്മൾ അങ്ങനത്തെ എന്റെ ജഡ്ജ്മെന്റ് അല്ലല്ലോ സിനിമയ്ക്ക്. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടാനാണ് സാധ്യത എന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെയോ ഈ കഥ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്തത് തന്നെ. മുകേഷ് കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ അതാണ് പറഞ്ഞത്. കാരണം ഇതിൽ നമ്മൾ ഒരു സിനിമാ കഥക്ക് അപ്പുറം ഇതൊരു ഒരാളുടെ ലൈഫിൽ നടന്ന, നമ്മുടെ ഈ പടത്തിലെ റൈറ്ററിലെ ലൈഫിൽ നടന്ന സംഭവവും പറഞ്ഞില്ലല്ലോ. അപ്പൊ പുള്ളി അനുഭവിച്ചതും പുള്ളിയുടെ ലൈഫിൽ നടന്ന കുറെ സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് ഈ സിനിമയുടെ ഒരു സാരാംശം. ഓക്കെ, അപ്പം അത് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുള്ള ഒരു എന്താ പറയണ്ട ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ജോൺ ഷെണ്ണോട് വരാൻ പറ്റിയിട്ടില്ല, സുരേഷേട്ടൻ വന്നിട്ടില്ല, പിന്നെ അങ്ങനെ വലിയ ആർട്ടിസ്റ്റുള്ള ഒരു വലിയ പടമാണ്, അത്യാവശ്യം വലിയ രീതിയിൽ. പടമാണ്. കാരണം നമ്മൾ ഈ ലാസ്റ്റ് ഈ ഫൈറ്റും ആക്ഷൻ സീക്വൻസ് ഒക്കെ നമ്മൾ അത്യാവശ്യം ദിവസങ്ങളെടുത്ത് നല്ല രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വലിയ സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നിർത്താൻ പോവാണ്. അതിനാ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടത്, ലവ് ആക്ഷൻ ഡ്രാമ 2 ഉണ്ടാവോ? ലവ് ആക്ഷൻ ഡ്രാമ 2 ഉണ്ടാവില്ല. തിര 2 ഉണ്ടാവും, അടികപ്പിയറെ 2 ഉണ്ടാവും. അടികപ്പിയറെ കുട്ടമണി 2. വാവ്, ഓക്കെ. അപ്പൊ അത് എടുക്കണ്ടേ ലവ് ആക്ഷൻ ഡ്രാമ? എന്തിനാ അത് വണ്ണെടുത്തത് തന്നെ പാട് എനിക്കറിയാം. അടികപ്പേരി 2 കഥ വെച്ചിട്ട് എടുക്കണം അല്ലേ? നയൻതാര വന്ന് സമാനതാര വെച്ചിട്ട് എടുക്കണം.
മലയാളത്തിലൊരു നല്ല പടം കൊണ്ട് അത് നിന്നെ വെച്ചെടുക്കാം നീ വാ. ആരെടുത്താലും എങ്ങനെ എടുത്തോണ്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ NDPക്കാണ്. സോ ഹാപ്പി. നമ്മുടെ സൂപ്പർ സിന്ദഗി സൂപ്പർ ആയിട്ട് തന്നെ വരട്ടെ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ സിന്ദഗി അടിപൊളിയാവട്ടെ. പൂജേന്റെയും അതെ ലൈഫ് അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. Taste Daily. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്.